ഗുഡ് മോർണിംഗ് എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ തുടങ്ങുവാണേ. അപ്പോൾ രാവിലെ തന്നെ അരിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ വിറക് ഇച്ചിരി കുറവുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ കുറച്ച് ചകിരിയൊക്കെ വെച്ചിട്ട് കത്തിച്ചിട്ട് പോന്നു. പിന്നെ രാവിലത്തേക്ക് ഗോതമ്പ് പുട്ടാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. പിന്നെ ഏത്തപ്പഴം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അത് പുഴുങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗോതമ്പ് പൊടി ഒന്ന് നനച്ച് വയ്ക്കുവാണേ. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് ഏതെങ്കിലും കൂട്ടുകാർ പുതിയതായിട്ട് എത്തിയിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കണേ. ഇത് നമ്മുടെ പുറകുവശത്തെ മിറ്റം കേട്ടോ. മിറ്റമൊക്കെ കുറവാണ്, എന്നാലും ഞാൻ സൈഡ് വഴിയായിട്ട് ഉള്ള വെയിലൊക്കെ ഉള്ള സ്ഥലം നോക്കിയിട്ട് കുറച്ച് ചീര വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ചീരയൊന്ന് നനച്ച് കൊടുക്കുവാണ്. ചീരയുണ്ട്, പിന്നെ അങ്ങേറ്റത്തായിട്ട് പാവൽ വല കെട്ടിയിട്ട് വാർക്കയുടെ മുകളിലേക്കാണ് കയറ്റി വിട്ടേക്കുന്നത്. ഇപ്പോൾ കുറച്ച് പാവയ്ക്ക കിട്ടി കേട്ടോ. ചെറിയ പാവയ്ക്ക ഉണ്ടാകുന്നത്, നമ്മൾ ബക്കറ്റിലൊക്കെ നടന്നുകൊണ്ട് ചെറിയ പാവയ്ക്കാണ് ഉണ്ടാകുന്നത്. എന്നാലും നല്ല കയ്പില്ലാത്ത പാവയ്ക്ക കേട്ടോ കിട്ടുന്നത്. അപ്പോൾ ചീര കുറച്ച് മുറിച്ചെടുക്കുക കേട്ടോ രാവിലെ. ചീര തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ചോറൊക്കെ കൊടുത്തു വിടാൻ വേണ്ടിയിട്ട്. അപ്പം മീനച്ചാർ ഇട്ടത് ഇരിപ്പുണ്ട്, അപ്പോൾ തോരനും അച്ചാറും കൂടെ കൊടുത്തു വിടാമെന്ന് കരുതിയിട്ടാണ്. പിന്നെ ചീരയുടെ കൂടെ ചേർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പയറിൻ്റെ കൂമ്പല കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് അരിയാം. ചീര അത്ര കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ രണ്ടും കൂടെ ആകുമ്പോഴത്തേക്കും നമുക്കൊരു തോരനാവും. അപ്പോൾ ചീര അരിയട്ടെ കേട്ടോ. ഇത് മുറ്റത്തുനിന്ന് കയറി വന്നപ്പോഴത്തേക്കും പുട്ടിന് വെച്ച് വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം പുട്ടിന് എടുത്ത് വെച്ചിട്ട് ഇനി ചീര ഒന്ന് അരിയാനായിട്ട് പോവുകയാണേ. അപ്പോഴത്തേക്ക് ഇത് മറ്റേ അടുപ്പിലേക്ക് കപ്പ വേവിക്കാൻ വേണ്ടിയായിരുന്നു വെച്ചിരുന്നത്. രാവിലെ പുട്ട് വേണ്ടാത്തവർക്ക് കപ്പ കഴിക്കാനായിട്ടാണ്, ചെണ്ടൻ കപ്പയായിട്ട് ഇങ്ങനെ മുറിച്ച് പുഴുങ്ങാനായിട്ട് വെച്ചിരുന്നത് കേട്ടോ. അപ്പോൾ അത് വെന്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ നാട്ടിൻപുറത്താണ് ജീവിക്കുന്നത്. അവിടുത്തെ ചെറിയ ജീവിത രീതികളൊക്കെയാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോയൊക്കെ കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ തരാനായിട്ട് ശ്രമിക്കണേ. അപ്പോൾ അത് പുട്ടായിട്ടുണ്ട്. ഇനി ചീര തോരൻ വയ്ക്കണം. എനിക്ക് ഇന്നൊന്ന് അമ്പലത്തിൽ പോയിട്ട് വരണം കേട്ടോ. അത് കഴിഞ്ഞ് വേണം എനിക്ക് മോൾക്ക് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് കുറച്ച് ചമ്മന്തി പൊടിക്കാനായിട്ട്. അപ്പോൾ മോൾ ചെന്നൈയിലാണ് വർക്ക് ചെയ്യുന്നത്. അവൾ വന്നിട്ടുണ്ടായിരുന്നു, ഞായറാഴ്ച പോകുന്നുണ്ട്. അപ്പോൾ മീനച്ചാർ ഇട്ട് വെച്ചത് അവൾക്ക് കൊടുത്തു വിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചീരയ്ക്ക് അങ്ങനെ ഒതുക്കാറൊന്നുമില്ല, തേങ്ങ ഒതുക്കിയൊന്നുമല്ല എടുക്കണേ, എല്ലാം കൂടെ കൂട്ടിയാണ് ഇട്ടുന്നത്. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട്, പിന്നെ കാന്താരി ഉണങ്ങി പൊടിച്ച കൂട്ട് ഒരൽപ്പം ഇട്ടു, പിന്നെ ഉപ്പൊക്കെ ഇട്ടിട്ട് വേഗം അത് തോരൻ വയ്ക്കാനായിട്ട് വെച്ചു കേട്ടോ. അപ്പോൾ കുറച്ച് കറിവേപ്പില എടുക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ വേപ്പില കട്ടി എന്ന് പറയുന്നത് ചമ്മന്തിപ്പൊടി അങ്ങനെയാണ് പറയാറ്, നമ്മൾ പറഞ്ഞു കേട്ടേക്കണേ അങ്ങനെയാണ്. അപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ട്, പിന്നെ അതിനകത്ത് നാരകത്തിൻ്റെ ഇല ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ തേങ്ങ ചിരണ്ടി വെച്ചിട്ട് ഞാൻ താഴെ തോട്ടിലേക്കൊന്ന് ഇറങ്ങിയത്. അവിടെ കുറച്ച് തക്കാളിയൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ തക്കാളിയൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അതേ കാട്ടുപാവയ്ക്ക എന്ന് പറയും, ചെറിയ പാവയ്ക്ക ഉണ്ടായിട്ടുണ്ട്, പിന്നെ മുളക് ഉണ്ടായിട്ടുണ്ട്. തക്കാളി പഴുത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് ഇനി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ല കിളിയും കൊത്തും. അതുകൊണ്ട് നല്ലപോലെ പഴുത്ത് 2 എണ്ണം നോക്കിയിട്ട് ഞാൻ പറിച്ചെടുത്തേ. അപ്പോൾ ചാറുകറി വയ്ക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും മുട്ടക്കറിയൊക്കെ വെക്കുമ്പോൾ ചേർത്ത് കൊടുക്കാമല്ലോ. അപ്പോൾ ഇതിന് ഇന്നിപ്പോൾ രാവിലെ വെള്ളം നനയ്ക്കാനായിട്ട് സമയം കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഇനി വൈകുന്നേരം നനച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ എന്നിട്ട് കയറി പോകുന്നു കേട്ടോ. പിന്നെ ഇതാ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാനായിട്ട്. കുറച്ച് ഉഴുന്ന് പരിപ്പ് ചേർക്കുന്നുണ്ട്, പിന്നെ വറ്റൽമുളക്, ഇതെല്ലാം കൂടെ തേങ്ങയുടെ കൂടെ വറുത്തിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ നാരകത്തിൻ്റെ ഇല എടുക്കുമ്പോൾ നമ്മൾ ആ നടുക്കത്തെ നാര് കളഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പോൾ തേങ്ങ ഒരു പകുതിയൊക്കെ മൂത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ നന്നായിട്ട് മൂത്ത് വന്ന് കഴിയുമ്പോഴത്തേക്കും പിന്നെ കറിവേപ്പിലയും വറ്റൽമുളകും നാരകത്തിൻ്റെ ഇലയും കൂടെ ചേർത്ത് കൊടുത്തു. അപ്പോൾ നല്ല രീതിയിൽ അത് മൂത്ത് വന്നു കഴിഞ്ഞിട്ടാണ് പിന്നെ തീ ഓഫ് ചെയ്തിട്ട് ഒരല്പം മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് കായപ്പൊടിയും കൂടെ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറുപ്പത്തിലൊക്കെ അമ്മയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കണ്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ അച്ഛന് മലയ്ക്ക് പോകുന്ന സമയത്തൊക്കെ ഇങ്ങനെ പമ്പ വെച്ച് കഞ്ഞി വെച്ച് കുടിക്കുമ്പം അന്നേരം ചമ്മന്തിപ്പൊടി ഇങ്ങനെ ഉണ്ടാക്കി കെട്ട് നിറച്ച് പോകുമ്പോൾ കൊടുത്തു വിടാറുണ്ട്. അപ്പോൾ നമ്മൾ ആ തോൾസഞ്ചിക്കകത്തിട്ട് കൊടുത്തു വിടാറുണ്ട്. ഇപ്പോൾ പിന്നെ ഇത് കല്ലിലൊന്നും അല്ല കേട്ടോ അരക്കണേ. അന്നൊക്കെ നമ്മൾ ഉരലിലൊക്കെ അടിച്ചെടുക്കുന്നത്. ഇതിപ്പോൾ ഞാൻ മിക്സിയിലാണ് കേട്ടോ അരച്ചെടുക്കുന്നത്. മിക്സിയിൽ അടിച്ചു കഴിഞ്ഞാന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് പൊടിഞ്ഞു പോകും. നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പുളിയൊക്കെ നന്നായിട്ട് അതിലേക്ക് പൊടിഞ്ഞു. അപ്പോൾ ഉപ്പും പുളിയൊക്കെ പാകത്തിനായിരുന്നു. നല്ല ചമ്മന്തിപ്പൊടിയായിരുന്നേ. നല്ല ചൂടായി കേട്ടോ. ഇപ്പോൾ ഒരു 12 1 മണി ആവാറായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഒരല്പം തണ്ണിമത്തൻ എടുത്ത് വെച്ചത് കഴിക്കുവാണേ. മോളും കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് ഇടയ്ക്ക് തണ്ണിമത്തൻ കഴിക്കും, പിന്നെ നാരങ്ങ പിഴിഞ്ഞ് കുടിക്കും. ഇതൊക്കെ തന്നെയാണ് കേട്ടോ പരിപാടി. എന്നെ ചൂടാലേ ഉച്ചയാകുമ്പോഴത്തേക്കും പരിക്കകത്തൊന്നും ഇരിക്കത്തില്ലാത്ത പോലെ ചൂടാണ്. അപ്പോൾ ഉച്ചക്കലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മൾ വൈകുന്നേരത്തേക്കായിട്ട് ചക്കക്കൂട്ടാനൊക്കെ ഉണ്ടാക്കണം. അത് വൈകുന്നേരം കുറച്ച് ഒരു 4 4:30 ആവാതെ ഇനി ഞാൻ അടുക്കളയിലേക്ക് കയറില്ല കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് തുടച്ച് പെറുക്കിയിട്ട് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാനായിട്ട് എടുത്ത പാത്രമൊക്കെ കഴുകി വെച്ചു. അത് കഴിഞ്ഞിട്ട് ഊണൊക്കെ കഴിച്ചിട്ട് പോയി കേട്ടോ. ഉച്ച കഴിഞ്ഞ് ഊണൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒന്ന് കിടക്കും കേട്ടോ. ആ സമയത്ത് ഞാൻ ടി വിയിൽ സിനിമയൊക്കെ ഉണ്ടെങ്കിൽ കാണും. ഉച്ച കഴിഞ്ഞുള്ള സമയങ്ങളിൽ അതൊക്കെയാണ് ചെയ്യാറ് കേട്ടോ. ചക്കക്കൂട്ടാന് വേണ്ടി തേങ്ങ എടുത്തപ്പോൾ കഴിഞ്ഞു പോയിട്ട് അപ്പം മിക്സിക്കകത്ത് അരയ്ക്കാൻ വേണ്ടി ഞാൻ ചെറുതായിട്ട് ഞുറുക്കിയെടുത്തു. പിന്നെ കാന്താരിയും വെളുത്തുള്ളിയും പിന്നെ ചെറിയ ജീരകം അതും കൂടെ അരച്ച് വെച്ചിട്ട് പിന്നെ ചക്ക അരിഞ്ഞെടുക്കാനായിട്ട് പോയി. ഇത് കഴിഞ്ഞ ദിവസം പുഴുങ്ങാനായിട്ട് എടുത്തതിൻ്റെ ബാക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണേ. അപ്പം നന്നായിട്ട് വേകുന്ന നല്ല രുചി ഉണ്ടായിരുന്നു കേട്ടോ ആ ചക്കയ്ക്ക്. അപ്പോൾ അത് എരിശ്ശേരി വെക്കണം എന്നൊക്കെയായിരുന്നു പ്ലാന്. പിന്നെ ഞാനത് ചക്കക്കൂട്ടാൻ എന്നുള്ള രീതിയിലേക്കാക്കി. അപ്പോൾ എരിശ്ശേരി വെക്കാനുള്ളതെന്ന് പറഞ്ഞാൽ അരയ്ക്കണതൊക്കെ ഇത് തന്നെ. തേങ്ങയും ജീരകവും ഒക്കെ ഇത് തന്നെയാണ് അരയ്ക്കണത്. പിന്നെ നമ്മൾ അത് വാങ്ങിക്കഴിയുമ്പോൾ ഒന്നെങ്കിൽ തേങ്ങാക്കൊത്ത് വറുത്തിടണം, അല്ലെങ്കിൽ നമ്മൾ തേങ്ങ ചിരകുന്നത് കുറച്ച് വറുത്തിടണം. അപ്പോൾ ചക്ക എരിശ്ശേരിയായി. ഇന്നിപ്പോൾ ഞാനത് കൂട്ടാനായിട്ട് വെക്കുകയാണ്. അപ്പോൾ നമ്മൾ പുഴുങ്ങാൻ അരിയണ പോലെയല്ല, വട്ടത്തിലങ്ങ് അരിഞ്ഞെടുത്തു, പെട്ടെന്ന് വെന്തോളും. ഒരു 3 4 ചക്കക്കുരുവും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ചെറുതാക്കി ഇട്ടിട്ടുണ്ട്. ഒരു 4 4:30 ആയി കാണുമായിരിക്കും. അപ്പോൾ വൈകുന്നേരം പാല് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ ചായയും കൂടെ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരടുപ്പിലേക്ക് ചക്കയും കൂടെ വേവിക്കാൻ വെച്ചു, ഒരടുപ്പിൽ പാലും വെച്ചു കേട്ടോ. ഇപ്പോൾ ഗ്യാസ് കിട്ടിയത് കൊണ്ടാണ്, ഇല്ലെങ്കിൽ ഇപ്പോൾ ഇതെല്ലാം അടുപ്പിൽ വെക്കേണ്ടി വന്നേനായിരുന്നു. ഉച്ച കഴിഞ്ഞ് അടുക്കള നിൽക്കത്തില്ല കേട്ടോ, നല്ല ചൂടുമാണ്. അപ്പോൾ അതാ ചായ തിളച്ചിട്ടുണ്ട്. അപ്പോൾ ചായ കുടിയും കൂടെ കഴിഞ്ഞിട്ട് വേണം ഇനി ചക്ക കൂട്ടാൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ ചായ കുടിയും കൂടെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ചക്ക വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് വെന്ത് നല്ലൊരു ടേസ്റ്റുള്ളതായിരുന്നു. അപ്പോൾ എല്ലാം ഇതുപോലെ ആയിരിക്കില്ല. അപ്പോൾ ഞാനതിന് ഒന്ന് ജാറും കൂടെ കഴുകി ഇച്ചിരി വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ തണുത്ത് കഴിയുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് കുറുകി പോകും. അപ്പോൾ അത് പാകത്തിനാണ്. അപ്പോൾ ഇച്ചിരി ഉപ്പ് നോക്കിയപ്പോൾ പോരായ്മ ഉണ്ടായിരുന്നു. കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ട് പിന്നെ കറി വാങ്ങി വെച്ചു കേട്ടോ. ഇപ്പോൾ ഇത്രയും നാളുകളായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചക്ക കൂട്ടാനായിട്ട് വെക്കുന്നത്. ഇവിടെ ചക്ക കൂട്ടാനോ എരിശ്ശേരി അങ്ങനെയൊന്നും വെച്ചിട്ടില്ല കേട്ടോ. നമ്മളാകെ ചക്ക പുഴുങ്ങാറാണ് പതിവ്. പിന്നെ വരിക്കച്ചക്കയാണെങ്കിൽ അത് പഴുപ്പിച്ചിട്ട് പഴം കഴിക്കാറാണ് പതിവ് കേട്ടോ. എന്താ കറി വാങ്ങി വെച്ചു, കടുകും കൂടെ വറുക്കട്ടെ. പിന്നെ എന്താ പൈനാപ്പിൾ ഇരിപ്പുണ്ടായിരുന്നു. അതിനി ഇരുന്ന് കഴിഞ്ഞാൽ കൊള്ളില്ലാണ്ടാവും. അപ്പം ഞാനത് വേഗം ചെത്താനായിട്ട് പോവുകയാണേ. അപ്പോൾ അതൊക്കെ ചെത്തി ഒന്ന് മുറിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണേ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ.